എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ ഒരു ഇഷ്ടതാരമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. എപ്പോഴും ചിരി നിറഞ്ഞ മുഖം, വീട്ടിലെ ഒരു അംഗത്തെ പോലെ തമാശയും കുസൃതിയും കളിയും ചിരിയും ഒക്കെയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച പ്രിയ താരം. ഇപ്പോൾ തന്നെ ആളെ ഏകദേശം മനസ്സിലായി കാണില്ലേ, നമ്മുടെ സ്വന്തം അനുമോൾ. സ്വാഗതം അനുമോൾ ന്യൂസ് 8-ലേക്കൊപ്പം ലേഡീസ് ബാൻഡിലേക്ക്. അനു, ഈ ലാലേട്ടനൊക്കെ പറയും എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്, ഇത് ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അതേപോലെ അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരാളാണ് അനു. അനുക്കുട്ടി എന്ന് വിളിക്കും, അനുമോൾ എന്ന് വിളിക്കും, എല്ലാവരുടെയും ഒരു അനിയത്തിക്കുട്ടി, ഒരു അനുക്കുട്ടി, അങ്ങനത്തെ ഒരാളാണ് അനു. എങ്ങനെയാണ് ഇങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ പറ്റിയത്? അങ്ങനെ ചോദിച്ചാൽ സ്റ്റാർ മാജിക് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എൻ്റെ എന്താ റിയൽ ക്യാരക്ടറാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ വീട്ടിൽ കാണിക്കുന്ന എന്താണ് സ്വഭാവം അത് തന്നെയാണ് ഞാൻ സ്റ്റാർ മാജിക്കിനകത്തും കാണിക്കുന്നത്. അവിടെ അഭിനയമൊന്നും അങ്ങനെയില്ല. ശരിക്കും ഇങ്ങനെ നമ്മൾ ആ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ട പോലെ അല്ല, കൂടുതൽ ആളുകൾ പറയാറുണ്ട്, പ്രത്യേകിച്ചും അനുവിന്റെ യൂട്യൂബ് ചാനലിലെ കമന്റ്സ് ഒക്കെ നോക്കിയാൽ ആളുകൾ പറയും അനുക്കുട്ടി ചിരിച്ചാലും ഞങ്ങൾക്ക് ചിരി വരും, അനുക്കുട്ടി കരഞ്ഞ് ഞങ്ങൾക്കും കരച്ചിൽ വരും എന്നൊക്കെ പറയും. അതെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു മോള് അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിക്കുട്ടി, അവരൊക്കെ അങ്ങനെ കരയുമ്പോൾ നമ്മൾ കരയാറുണ്ട്, ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. അപ്പൊ അതേപോലത്തെ കമന്റ് ആണ് അനുവിന് കിട്ടാറ്. അപ്പൊ ശരിക്കും ആളുകൾ അങ്ങ് ഏറ്റെടുത്ത ഒരാളാണ്. യഥാർത്ഥത്തിൽ അനു എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുൻപിൽ മാത്രമാണോ? അല്ലല്ല, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കുഞ്ഞുനാൾ മുതലേ ഭയങ്കര സംസാരം. വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ എപ്പോഴും കിടന്ന് സംസാരിക്കരുത്, അത് മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എവിടെ പോയാലും സൈലന്റ് ആയിട്ടിരിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം. പുതിയൊരാളെ പരിചയപ്പെട്ടാലും ആളൊരു പെട്ടെന്ന് കമ്പനിയാവും, എന്താ പറയണ്ടേ, സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ലാസ്റ്റ് ഞാൻ ചോദിക്കും ഞാൻ ബോറടിപ്പിച്ചോ, അല്ലെങ്കിൽ ഇല്ല ഭയങ്കര രസമുണ്ടെന്ന് പറയും. അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ ശരിക്കും അനുക്കുട്ടി തന്നെയാണോ? അല്ലല്ല, സ്റ്റാർ മാജിക് അല്ല, പേര് അനുമോളം തന്നെയാണ്. പക്ഷെ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിന് വന്നതിന് ശേഷമാണ് അവിടെ ആങ്കർ ലക്ഷ്മി. അല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല എന്നാ തോന്നുന്നത്. കാരണം അനുക്കുട്ടിയാണോ എന്നാ ഞാൻ ചോദിച്ചത്. കുട്ടി അല്ലല്ല, എനിക്ക് നല്ല ഏജ് ഉണ്ട്. നല്ലതെന്ന് പറഞ്ഞാല് അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള കുട്ടിയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞായിട്ടാണ് ആളുകൾ കാണുന്നത് അല്ലേ? എല്ലാവരുടെയും മനസ്സിലൊരു അനിയത്തിക്കുട്ടി. അത് ഞാൻ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് എന്നെ എല്ലാവരും കുഞ്ഞായിട്ട് കാണുന്നത്. പിന്നെ എല്ലാവരും പറയും കുറച്ച് എല്ലാവരും അല്ല, അമ്മ അച്ഛനും പറയും എപ്പോഴും മെച്ചൂർഡ്, ഇത്ര ഏജ് ആയില്ലേ, ഇപ്പോൾ കുറച്ച് മെച്ചൂർഡായിട്ടൊക്കെ നിൽക്കണം. നമ്മളെ വീട്ടിലാണെങ്കിൽ പ്രശ്നമില്ല, പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മെച്ചൂർഡായിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എത്രയെന്നും പറഞ്ഞ് അഭിനയിച്ച് നിൽക്കും അമ്മേ. ഇപ്പോൾ പോലും ഞാൻ മാക്സിമം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അവിടെ ചെന്നിട്ട് നീ സ്റ്റാർ മാജിക്ക് സംസാരിക്കാൻ പോലെ ഒന്നും സംസാരിക്കരുത്, നീ അവിടെ ചെന്ന് തന്നെ മെച്ചൂർഡായിട്ട് പക്വതയോട് കൂടി തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. പക്ഷെ നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല അല്ലേ? കുട്ടി അല്ലെങ്കിൽ ഉള്ളിലുള്ള അനു പുറത്തോട്ട് ഇങ്ങനെ വരുവാണ്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, ഈ നമ്മളെ അനുവിനെ കുറിച്ച് എവിടെ സെർച്ച് ചെയ്താലേ, ഇപ്പൊ ഗൂഗിളിൽ അനുമോളെന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാലേ അനുക്കുട്ടി ഉടൻ വിവാഹിതയാകുന്നു, അല്ലെങ്കിൽ അനുക്കുട്ടി വരനാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതൊക്കെയാണ് ഒരുപാട് എന്നെ കല്യാണം കഴിപ്പിച്ചതാണ്, കല്യാണം കഴിപ്പിച്ചു, എന്നെ കൊന്നു, അങ്ങനെ ഒരു സംഭവങ്ങൾ അവരായിട്ട് തന്നെ ചെയ്തു തന്നു. അപ്പോൾ ആദ്യമൊക്കെ അത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക്. പിന്നെ അറിയാലോ, ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോസ്, കല്യാണം ആയിട്ടിരിക്കുന്നവരുടെ കൂടെയുള്ള ഫോട്ടോസ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ചോദിക്കും, അതായത് എൻ്റെ കൂടെ ഫോട്ടോയിൽ നിൽക്കുന്ന ആളോട് ഞാൻ ചോദിക്കും, ഇങ്ങനൊരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ ആയിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും. 1-2 പേര് പറഞ്ഞു കല്യാണം വീട്ടിലായിരിക്കുകയാണ്, അപ്പോൾ അവരുടെ ഫാമിലിക്ക് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പേരും പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ തമാശയായിട്ട് എടുക്കുന്നത്, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ശരിക്കും അനുക്കുട്ടി വിവാഹം കഴിക്കാൻ പോവാണോ? ഇല്ല, ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് കല്യാണം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അറിയിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലായിരിക്കും, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബിലായിരിക്കും ഞാൻ അറിയിക്കുക. ഇതുവരെ ആയിട്ടില്ല. ഈ പറഞ്ഞ് ഈ കല്യാണം മടുത്തുന്നില്ല, ആവുന്നില്ല, അതാണ് എനിക്ക് വിഷമം. കല്യാണം ആവുന്നില്ല. അല്ല, കല്യാണം എല്ലാരും ആയി എന്ന് പറഞ്ഞിട്ട് പറയുന്നതെല്ലാം ഫേക്കാണ്. ആ ഫേക്ക് ആക്കി വെച്ചിരിക്കുന്ന ആൾക്ക് ഇപ്പൊ റിയൽ ആയിട്ട് ഈ കല്യാണം ആവുന്നില്ല എന്നാണ്
ഞാൻ ആ ഒരു വേദനയാണ് ഞങ്ങളുടെ വേദനയൊന്നുമില്ല കേട്ടോ, സന്തോഷമാണ്, കല്യാണം വേണ്ട. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അനുവിന്റെ അടുത്ത സുഹൃത്തായ രാജീവിന്റെ കൂടെയുള്ള രാജീവല്ല, അനുവിന്റെ അടുത്ത രാജീവ് കുടുംബശ്രീ ശാരദിലെ രാജീവാണോ? അതെ, അയ്യോ, അതിന്റെ ക്യാരക്ടർ പേരാണ് കേട്ടോ രാജീവ്. യഥാർത്ഥ പേര് ജീവൻ. ജീവന്റെ കൂടെയുള്ള ഫോട്ടോ ആണ് കൂടുതലും കണ്ടത്. അതെന്താന്ന് വെച്ചാല് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളതും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജീവനാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും സംസാരിക്കുന്ന അവനുമായിട്ടാ. അപ്പം അബിബട്സ് മഹി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം 3-4 വർഷമായി അത് ഇപ്പൊ കഴിഞ്ഞു നിന്നിട്ട്. അപ്പം ആ സമയം മുതലുള്ളൊരു റിലേഷനാണ് ഞാനും അവനും എന്ന് പറയുന്നത്. അപ്പോൾ 2019 അബിബട്സ് മഹി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതലും ഇന്ന് വരെയും ഞാനും അവനും ഇപ്പോഴും നല്ല ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ റീല് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ എന്താ പറയണ്ടേ, നല്ല ഫ്രണ്ടാണ് എൻ്റെ, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഈ പറയുന്ന മീഡിയക്കാർ മൊത്തം കല്യാണം കഴിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ്. ഈ ജീവന്റെ കാര്യം പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ സ്റ്റാർ മാജിക്കില് അനുവിന്റെ നല്ലൊരു കോംബോ ആണ് തങ്കച്ചൻ ചേട്ടൻ. തങ്കച്ചേട്ടനും ഞാനുമായിട്ടുള്ള കല്യാണം ഒരുപാട് തവണ കഴിഞ്ഞതാണ്. അതും ഈ പറയുന്ന മീഡിയക്കാരും സോഷ്യൽ മീഡിയക്കാരാണ് കേട്ടോ, അവരൊക്കെ എന്നെ കഴിപ്പിച്ചു. നിങ്ങളുടെ ആ ഒരു കോംബോ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകർ കണ്ടെത്തിയാണോ? ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാർ മാജിക് ടമാർ പടാറിൽ ഞാൻ വന്നതിന് ശേഷമാണ് തങ്കച്ചേട്ടൻ വരുന്നത്. അപ്പോൾ തങ്കച്ചേട്ടനെ ഞാൻ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ നെടുമങ്ങാട് ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ ചേട്ടനെ ജസ്റ്റ് ഞാൻ കോമഡിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് കണ്ട് ഹായ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1-2 മാസം കഴിഞ്ഞ ശേഷമാണ് തങ്കച്ചേട്ടൻ സ്റ്റാർ മാജിക്കിലോട്ട് വരുന്നത്. അപ്പം ഞാൻ ഞങ്ങളുടെ ഷോ ഡയറക്ടർ പറഞ്ഞു, ഈ നാട്ടുകാരനാണ് കേട്ടോ, ചേട്ടൻ വിദ്രയിലാണ്, ഞാനിങ്ങനെ ആര്യനാടാണെന്നൊക്കെ പറഞ്ഞു. ആണോ, അങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യും, ചേട്ടൻ വരുമ്പോൾ തന്നെ ചേട്ടൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ചേട്ടനെ ഒന്ന് ഇളക്കി വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ ഇളക്കി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടൻ വന്നപ്പോൾ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാണ് കേട്ടോ, എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഞാൻ പറയുന്നതൊക്കെ. അപ്പോൾ പുള്ളി ആ ഒരു കോംബോ പിടിക്കാമെന്ന് ഷോ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർമാരെല്ലാവരും കൂടെ തീരുമാനിച്ചു. പുള്ളിക്ക് ഇഷ്ടമായി, കാരണം പുള്ളി ഞാൻ ഒരേ ഹൈറ്റ് ആണല്ലോ. പിന്നെ സ്റ്റാർ മാജിക്കിൽ എന്ത് കോമഡി പറഞ്ഞാലും പുള്ളി അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്നെ കളിയാക്കുന്നുണ്ട്, ഞാനും തിരിച്ച് കളിയാക്കും. അതൊരു വലിയൊരു കോംബോ ആയിട്ട് ഇപ്പോഴും 6 വർഷമായിട്ട് പോകുന്നുണ്ട്. അതെ, അതൊരു സക്സസ് കോംബോ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പുറത്തിറങ്ങുമ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇപ്പോൾ തങ്കച്ചേട്ടൻ വേണ്ടി വേറെ കുറെ കോംബോ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു ഇല്ല, അനുക്കുട്ടിയായിട്ടുള്ള കോംബോ ആണ് സൂപ്പർ, അത് മതി എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഓരോ കോംബോയിൽ അങ്ങ് പോവാണ്. അതെ അതെ. ഈ അനു നമ്മുടെ ചാനലിൽ വന്ന ഉടനെ അനുവിന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ലൈവ് ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ എനിക്കൊരു ടെൻഷൻ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ നോർമൽ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ അവരെല്ലാരും എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ ഇടുന്നത്. അപ്പൊ ഒരു സമാധാനം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എന്നൊരു ചോദ്യം പോലും മുഴുവനാക്കാൻ അനു സമ്മതിക്കുന്നില്ല. എന്റെ സ്വഭാവം അങ്ങനെയാ. ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂവിൽ പോയിരുന്നാലും ആങ്കർ, അതായത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആങ്കറിനെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. ഞാൻ ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, നിർത്തത്തില്ല. അതെന്റെ സ്വഭാവം അങ്ങനെയായി പോയി. അതാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, എന്തോ അതിന് ഇഷ്ടമാണ് ആളുകൾക്ക് എന്ന് പറയുന്നത് അനു ഇങ്ങനെ ഏറ്റെടുത്തതാണ്. അല്ല, എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും സ്റ്റാർ മാജിക് ഡെയിലി എന്താ പറയുക, സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ഉണ്ടല്ലോ, സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർ മാജിക് കാണാത്തവർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടത്തില്ല. അനു ഈ കൂടുതലും ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അനുവിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം അനു എവിടെയാണോ ഇനാഗുറേഷന് പോകുന്നത് അവിടെ എത്തുന്ന ഫാൻസിനെ കുറിച്ച് ഉണ്ട്. ഫാൻസ് അങ്ങനെ ഇപ്പം ഞാനിപ്പം ഏതിപ്പം ട്രിവാൻഡ്രം മുതൽ ഈ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലൊക്കെ പോകുമ്പോൾ എല്ലാ ജില്ലകളിലും വരുന്ന 2-3 പേരുണ്ട്. അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന 2-3 പേരുണ്ട്. ഒരാൾ സൈക്കിൾ ചവിട്ടിയാണ് വരുന്നത് ഇത്രയും സ്ഥലങ്ങളിൽ. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു ഇത്രയും, അപ്പം ഞാൻ ചോദിക്കുന്ന എവിടെ സൈക്കിള്, അപ്പോൾ എനിക്ക് കാണിച്ചു തരും സൈക്കിളൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പാലക്കാടാണെങ്കിൽ നാളെ തൃശ്ശൂർ, അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട് വന്നിട്ട് അവൻ പിറ്റേ ദിവസം ഈ തൃശ്ശൂർ വരും. അപ്പം ഞാൻ ചോദിക്കുക എന്തെങ്കിലും അസുഖം ഉണ്ടോ? സത്യം പറ. ഇല്ല ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചിയായിട്ടാണല്ലോ അല്ലേ, വേറെ ഒരു തരത്തിലല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അല്ല എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഓരോ സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേച്ചിയുടെ സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കിൾ ചവിട്ടി അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ വരുന്നതെന്ന് പറയും. ശരി. അപ്പൊ അനു, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അതിന് മുൻപ് ഞങ്ങൾക്കൊരു ഇടവേള, അത് അനിവാര്യമാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അനുവിന്റെ വിശേഷങ്ങളിലേക്ക് എത്താം. ട്രെൻഡിനെതിരെ നീന്തി ആഞ്ചലോസ് 1991 ഡൽഹിയിലേക്ക് പോയത്. സുധീരൻ എന്ന വമ്പനെ വീഴ്ത്തിയ ഡോക്ടർ KS മനോജും ആലപ്പുഴയുടെ MP ആയിരുന്നിട്ടുണ്ട്.
ഇതിനു മുൻപ് 2 വട്ടമാണ് KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയത്. 2009-ലും 2014-ലും. 2019-ൽ ദേശീയ രാഷ്ട്രീയത്തിലെ തിരക്കു കാരണം മത്സരിച്ചില്ല. ഇക്കുറി ജയിച്ചാൽ അത് ഹാട്രിക് ആകും. കഴിഞ്ഞ തവണ 17% BJP സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനോട് നേടിയത്. ഇക്കുറി ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി മികച്ച പ്രകടനം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടമാണ് ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാലും AM ആരിഫും ശോഭാ സുരേന്ദ്രനും ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നതും. കനൽ ഒരു തരി, അത് കെടുമോ ആളിക്കത്തുമോ? KC ഹാട്രിക് അടിക്കുമോ? ശോഭ വീണ്ടും ശോഭ കൂട്ടുമോ? കളം കടുക്കുകയാണ്. കിരൺ ബാബു, രഞ്ജിത്ത് രാമചന്ദ്രനുമാണ് ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ ചേരുന്നത്. ആദ്യം കിരൺ ബാബുവിലേക്ക്. കിരൺ, അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം, അത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചാരണങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണോ ആലപ്പുഴയിൽ? ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ആലപ്പുഴയുടെ മണ്ണിലാണ് ഞങ്ങളുള്ളത്. കടുത്ത പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും സിറ്റിംഗ് MP AM ആരിഫിൽ നിന്ന് ഈ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ചുമതലയുള്ള നേതാവ് KC വേണുഗോപാൽ തന്നെ എത്തിയതോടെയാണ് ആലപ്പുഴ പ്രേക്ഷകരുടെ സ്വന്തം അനുമോളാണ് ലേഡീസ് പാനൽ നമുക്കിപ്പം അതിഥിയായി തുടരുന്ന അനുമോളുടെ വിശേഷങ്ങളിലേക്ക് നേരെ കടക്കാം. നമ്മൾ പറഞ്ഞു ഇപ്പം ഈ അതിഥികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരുപാട് ആളുകളെ, ഫാൻസിനെ കാണുമ്പോഴുള്ള സന്തോഷമൊക്കെ, ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് അമ്മമാരെ കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ തങ്കച്ചൻ ചേട്ടന്റെ കാര്യം പറഞ്ഞു, തങ്കച്ചനെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറെ സോഷ്യൽ മീഡിയയിൽ ഓടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകൾ നെഗറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെ, നെഗറ്റീവ്, ഭയങ്കര നെഗറ്റീവ്. ഇപ്പൊ ഇഷ്ടമുള്ളവർ വന്നിട്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അവർ വന്നിട്ട് പറയും, മക്കളെന്താ മക്കളെ തങ്കച്ചേട്ടനെ കല്യാണം കഴിക്കാത്ത, അവനെ നീ പറ്റിക്കരുത്. ഞാൻ പറയും, അമ്മേ അങ്ങനെയൊന്നും ഇല്ല, ചേട്ടൻ എന്നെ ഒരു അനിയത്തിയെ പോലെ കാണുന്നത്, ഞാൻ ചേട്ടനെയും ഒരു സഹോദരനെ പോലെ കാണുന്നത്. തങ്കച്ചേട്ടൻ ഓൾറെഡി ഒരു കല്യാണമൊക്കെ ആയിട്ടിരിക്കണം, നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു കോമ്പ് കൊണ്ടുപോകുന്നതാണ്, അങ്ങനെയൊന്നുമില്ലെന്ന്. ആണോ? പിന്നെ അതിനകത്ത് കരയുന്നതോ? ഞാൻ പറഞ്ഞു, എപ്പോൾ കരഞ്ഞു? പണ്ട് റോസാപ്പൂ കൊടുത്ത് കരഞ്ഞതാ, അത് തമാശയ്ക്ക് ഗ്ലിസറിനൊക്കെ ഇട്ട് കരഞ്ഞതാണെന്ന്. ആണോ? അപ്പം ഞങ്ങളെ പറ്റിച്ചതാണല്ലേ? പറ്റിച്ചതല്ല, അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇപ്പം തങ്കച്ചേട്ടനും അനുവും ആയിട്ടുള്ളൊരു കോംബോ ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വേണ്ടേ? അങ്ങനെ വേണം. അപ്പോൾ കല്യാണമൊന്നും ഇല്ലല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല എന്നൊക്കെ പറയും. ശരി. അനു, ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടുത്തെ ഈ സ്റ്റാർ മാജിക്കിൽ തന്നെ അനുവിന് നല്ല കൗണ്ടറുകൾ കിട്ടാറുണ്ട്. അനുവിന് പലതരത്തിലുള്ള ആളുകൾ പൊട്ടക്കണ്ണൻ മാങ്ങ എറിഞ്ഞതുപോലെയാണ് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അല്ല, അനുവിന് നല്ല രീതിയിൽ എല്ലാവരും അനുവിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അനു അതേപോലെ അതെ, നല്ല രീതിയിൽ കൗണ്ടറുകൾ അടിക്കാറുണ്ട്. ഇത് മനസ്സിൽ വരുന്നതാണോ? എനിക്കിപ്പം ഞങ്ങളുടെ ഫാമിലി പോലെയാണ് ഈ പറയുന്ന സ്റ്റാർ മാജിക് ഫ്ലോർ എന്ന് പറയുന്നത്. സ്റ്റാർ മാജിക്കിൽ നമ്മളിപ്പോൾ ക്യാമറ ടീം എടുക്കുകയാണെങ്കിലും ആർട്ട് എടുക്കുകയാണെങ്കിലും ക്രൂ എല്ലാവരും, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ആർട്ടിസ്റ്റുകളും എല്ലാം, മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഈ 6 വർഷമായിട്ട് കാണുന്നവരാ. ആരും അതിൽ നിന്ന് അങ്ങനെ മാറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലിയിലോട്ട് പോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പം പിണക്കം കാണിക്കുകയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയും, എന്നെ വഴക്ക് പറയും, എന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ക്യാമറ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കൂടിയില്ല. അപ്പം സ്റ്റാർ മാജിക്കിന്റെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അഭിനയിക്കുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പം പലരുടെ പിന്നെ നമുക്കിപ്പം ഒരു പ്രോഗ്രാമിന് ആവശ്യമുള്ളത് കണ്ടന്റ് ആണല്ലോ. അപ്പൊ കണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം കൊടുക്കാറുണ്ട്. അത് വേണം, അതാണ് അതിനു വേണ്ടി ആവശ്യം. അപ്പം എന്നിൽ നിന്നും ഷോ ഡയറക്ടർ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. അതേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒന്നും കൊടുത്തില്ലല്ലോ, അപ്പൊ എന്തെങ്കിലും കൊടുക്കണം, ഞാനായിട്ട് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഇന്നിയർ അങ്ങനെയൊന്നും വെച്ച് തരാറില്ല പൊതുവെ. വെച്ച് തന്നാൽ നമ്മൾ ഈ പ്രോമിറ്റ് എന്ന് ചെയ്യിപ്പിച്ചതുപോലെയാ, എന്താ ചേട്ടാ കേട്ടില്ല ഒന്നും കൂടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് ഇന്നിയറൊന്നും വെച്ച് തരാറില്ല. ഷോ ഡയറക്ടറിന് അറിയാം ഇവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ എന്ന്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കണ്ടന്റുകൾ അങ്ങോട്ട് കൊടുത്തോളൂ. ശരി. ഈ അനു പല ഇന്റർവ്യൂവിലും പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ ഹൈറ്റ്, ഇപ്പൊ നമ്മളോട് തന്നെ പറഞ്ഞു, ഹൈറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഒരു പക്ഷെ എന്നെ എല്ലാവരും കുഞ്ഞായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അനുമോളായിട്ട് അനുക്കുട്ടിയായിട്ട് കാണുന്നത് എന്നുള്ളത്. ആ ഒരു അല്ലെങ്കിൽ ഹൈറ്റ് കുറവാന്നുള്ളത് ഏതെങ്കിലും ഒരു തരത്തിൽ അനുവിന് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഹൈറ്റ്, എനിക്ക് 5.1, നമ്മൾക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമില്ലേ? ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. മുന്നേ ഈ ഒരു ഫീൽഡ് വരുന്ന ടൈമിലും അതിന് മുന്നേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ പണ്ട് NCCക്ക് ഉണ്ടായിരുന്നു കേട്ടോ. NCCയുടെ നമ്മുടെ സാർ എന്ന് പറയുന്നത് എൻ്റെ റിലേറ്റീവ് തന്നെ. അപ്പം പുള്ളിക്കാരൻ റിലേറ്റീവ് ആയതുകൊണ്ട് മാത്രം
പുള്ളിക്കാരൻ എന്നെ NCC എടുത്തത് തന്നെ. ആ ടൈമിൽ ഞാനായിരുന്നു ആ NCC കേഡറ്റിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു, നിന്നെ ആരാ NCC എടുത്തേ, ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ആളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എപ്പോഴും എന്താ പറയണ്ടേ, ഏറ്റവും ഫ്രണ്ടിൽ ഞാനായിരിക്കും ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും ബാക്കിലായിരിക്കും ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടം, പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ ഞാനായിരിക്കും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്ന ടൈമിലൊക്കെ സീരിയലിലൊക്കെ ഓരോ ക്യാരക്ടർ അവർ നോക്കുമ്പോൾ അവർ പുറമേ നിന്ന് എൻ്റെ ഫോട്ടോ കാണുമ്പോൾ അവർ വിചാരിക്കും, ഓ ഇത്ര ഹൈറ്റുള്ള അടിപൊളി കൊച്ചു കേട്ടോ എന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷെ അവരെന്നെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അവരെന്നെ നേരിട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, അനുവിന് ഹൈറ്റ് കുറവാണ്, അനു ഇച്ചിരിയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ പല ക്യാരക്ടറും എനിക്കങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം എല്ലാം റെഡിയാക്കി വെച്ച് ഷൂട്ട് തുടങ്ങുന്നതിന് തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസത്തിന് മുന്നേ ആയിരിക്കും വിളിച്ചിട്ട് പറയുക, അനു ഇതുപോലെ ഷൂട്ട് ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ക്യാരക്ടർമാർ ചാനലിൽ നിന്ന് അനുവിനെ റിജക്റ്റ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അന്നുണ്ടാവുന്ന സങ്കടം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരാളാണല്ലേ. അപ്പോൾ എന്നിപ്പോൾ ഓരോ സീരിയലിൽ നിന്നും ഓരോ സിനിമയിൽ നിന്നും ഓരോ ഷോർട്ട് ഫിലിം എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയും, ചേട്ടാ ഞാൻ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, അതൊന്നും പ്രശ്നമില്ല, അനു അഭിനയിച്ചാൽ മതി, ഞങ്ങൾക്ക് അനുവിനാണ് ആവശ്യം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് അവർ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാൻ അന്ന് ആ ടൈമിൽ ആരും അല്ലായിരുന്നു. ആരെന്ന് പറഞ്ഞാൽ എന്നെ അറിയത്തുകൂടി ഇല്ലായിരുന്നു, പുതിയൊരു ആളാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ എന്നെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവർക്കിപ്പോൾ ഒരു ഹൈറ്റ് പ്രശ്നമല്ലാത്തത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, അനുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന മറക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു അനുഭവം ചോദിച്ചാൽ ഏതാ പറയാ? നെഗറ്റീവ് ആണോ പോസിറ്റീവ്? പോസിറ്റീവ്. നല്ല അനുഭവം എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. ഇപ്പം ഒരുപാടുണ്ട്. ഇപ്പം ഏതാ പറയാന്നാണ്, കാരണം ഈ ഇൻഡസ്ട്രിയിൽ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഇൻഡസ്ട്രിയിൽ വരാമെന്നുള്ളത്, അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഈശ്വരവിശ്വാസമുള്ള ഒരാളാണ് കേട്ടോ, ഇപ്പോഴും അപ്പോഴും ഒക്കെ. അപ്പം ഞാൻ കുഞ്ഞിലെ ഞാനിങ്ങനെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സൊക്കെ ചോദിക്കും വലുതാകുമ്പോൾ ആരാവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ആവണം, അഭിനേത്രി ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നെ TV കാണിക്കണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, സീരിയലിൽ അഭിനയിക്കണം, ആഡിൽ അഭിനയിക്കണം എന്നൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ആരും പറയത്തില്ല, അച്ഛനും അമ്മയ്ക്കും അറിയാം. കാരണം ഞാൻ മിററിൻ്റെ മുന്നിൽ കിടന്നിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കും, എല്ലാവർക്കും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ കാണിക്കുമ്പോൾ അച്ഛൻ പറയും, നിനക്ക് എന്താ ഇതാണോ താല്പര്യം? ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് അഭിനയിക്കണം. അപ്പോൾ അച്ഛൻ പറയും, നമ്മളിപ്പം സാധാരണ ഞാൻ ആര്യനാടെന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പം ആ ഇൻഡസ്ട്രിയിലോട്ട് വന്ന് ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിക്കും, എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതാണ് ദൈവം, എനിക്ക് ഇങ്ങനെ ചാൻസ് വാങ്ങിച്ചത് എന്നൊക്കെ ഞാൻ ആ കുഞ്ഞിലെ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്തോന്നറിയത്തില്ല, എപ്പോൾ ക്ലാസ്സിൽ ഏത് ക്ലാസ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലൊരു +2 ഞങ്ങളായിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് ചോദിക്കും, നിങ്ങൾ ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഇനി അടുത്ത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്താ നിങ്ങൾക്ക് ആവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഓരോ ഓപ്ഷൻ പറയും, ഇതാവണം അതാവണം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് നേഴ്സ് ആവണം, ടീച്ചർ ആവണം. കാരണം ഈ ഉള്ളിലുള്ള സംഭവം ഞാൻ ആരുടെയും പറയാറില്ല. ഫ്രണ്ട്സിൻ്റെയൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയും, ചിരിപ്പിക്കരുതേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലോട്ടൊരു ഓഫർ കിട്ടി, അത് പരിശ്രമിച്ചു, ഇവിടം വരെ എത്തി. ഒരിക്കലും ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല എനിക്കിങ്ങനെ ഇവിടം വരെ എത്തിക്കാൻ പറ്റുമെന്നും എനിക്കിങ്ങനെയൊക്കെ എന്താ പറയേണ്ടത്, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ എനിക്കെൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എനിക്ക് നേടാൻ പറ്റുമെന്നൊക്കെ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അനു സ്റ്റാർ മാജിക്കിൽ കുറെ പാട്ട് പാടുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പാട്ട് പാടി തരാമോ ഞങ്ങൾക്ക്? ഇല്ല, ഞാൻ പാടില്ല. ഇല്ല, സ്റ്റാർ മാജിക്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് പോയാലും എല്ലാവരും പറയും, ഇന്നലെ ഒരു കോളേജിൻ്റെ പ്രോഗ്രാമിന് പോയി, സ്കൂളിലും പോയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു പാട്ട് പാടുമെന്നൊക്കെ. ഞാൻ പാട്ട് പാടില്ല, ഡാൻസ് ഞാൻ കളിക്കാം. പക്ഷേ സ്റ്റാർ മാജിക്കിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ ഉണ്ടാക്കിയാണെങ്കിൽ ഞാൻ പാടും. അതെന്താണെന്നറിയില്ല, ഭയങ്കര പോസിറ്റീവാണ് അവിടെ നിൽക്കുമ്പോൾ. കാരണം അവിടെ അവർക്ക് കണ്ടന്റും ആവും, എനിക്ക് പാടുകയും ചെയ്യാം അങ്ങനെ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പാടാൻ ബുദ്ധിമുട്ട്. ഓക്കെ, അത് വിട്ടേക്കാം. അനുവിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കുള്ള കണ്ടന്റ് ഒക്കെ എങ്ങനെ സ്വന്തമായിട്ട് കണ്ടെത്തുന്നത്? ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും ഡയറക്ഷനും ക്യാമറ എല്ലാം ഞാൻ തന്നെയാണ്. അതെ, ഒരുപാട് ടീം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്യാം, അനു ഞങ്ങൾക്കൊരു ഇത്ര % തന്നാൽ മതി, അനുവിന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. പക്ഷെ എന്താണെന്നറിയത്തില്ല, മനസ്സ് ഒരു കാര്യം ഞാൻ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഒരു 5 വട്ടം ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയുടെ ഒക്കെ ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴും പിന്നെ അവരെല്ലാവരും പറഞ്ഞ് കൊടുത്തേക്ക്, നീ ടെൻഷൻ അടിക്കണ്ടല്ലോ, അവരങ്ങ് നോക്കിക്കോളും. പിന്നെ എന്താണെന്നറിയില്ല, ഉള്ളിങ്ങനെ ആരോ പറയുക, ഇല്ല നീ തന്നെ നോക്കിയാൽ മതി, വെറുതെ അതൊന്നും ആരുടെ കയ്യിലും കൊടുക്കണ്ട.
അങ്ങനെ ഇപ്പൊ എല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആണ്. അതെ. ഓക്കെ. അനു, ഏറ്റവും പുതിയ വിശേഷങ്ങൾ, പുതിയ പ്രൊജക്ട് ഒക്കെ ചോദിച്ചാൽ എന്തൊക്കെയാണ്? സിനിമാ വിശേഷങ്ങളുണ്ടോ പറയാൻ? സിനിമ വിശേഷങ്ങൾ പറയാനില്ല. സിനിമയിൽ നിന്ന് ആരും വിളിക്കുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഇത് തന്നെയാണ്, സിനിമ ചെയ്യുക. സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ആസിഫ് അലിക്കയുടെ കൂടെ മഹേഷ് മാരുതി എന്ന് പറഞ്ഞതിൽ ആസിഫ് ഇക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനായിരുന്നു. അത് നമ്മുടെ മണിമുള്ള രാജു സാറാണ് സ്റ്റാർ മാജിക്ക് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് വിളിച്ച് ഈ ഒരു ക്യാരക്ടർ തന്നതാണ്. അപ്പം അതും ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനെ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. അപ്പം അങ്ങനെ ഒരു സീൻ ഞാൻ ചെയ്തു. അതിന് മുന്നേ ഈ പറയുന്ന കല്യാണം എന്ന് പറഞ്ഞ മൂവിക്കകത്ത് ഗ്രിഗറി ചേട്ടൻ്റെ പേരായിട്ട് മൂവി ഫുള്ളും ഉണ്ടായിരുന്നു, അത് മൂവിക്കകത്തുണ്ടായിരുന്നു. അത് കണ്ടു. പിന്നെ അതിനുശേഷം മൂവിയൊന്നും ചെയ്തില്ല. പിന്നെ വിളിക്കുമ്പോഴൊക്കെ 1-2 മൂവി ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു മാസം 2 മാസമൊക്കെ ബ്രേക്ക് എടുക്കണമെന്ന് പറഞ്ഞുമായിരുന്നു. വേറൊരു പ്രോഗ്രാമിന് പോകരുത്, കാരണം അവർ വിളിക്കുന്ന ടൈമിലൊക്കെ പോവേണ്ടി വരും അഭിനയിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എന്റെ വർക്ക് നടക്കത്തില്ല. ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. ഇപ്പം അനുവിനെ സംബന്ധിച്ച് നല്ലൊരു സിനിമയിൽ നിന്നൊരു ഓഫർ വരുന്നു, അതേ സമയത്ത് അനുവിന് ഒരു സീരിയലിൽ നല്ലൊരു ഓഫർ വരുന്നു, രണ്ടും നല്ല ഓഫറാണ്. അതേ സമയത്ത് തന്നെ സ്റ്റാർ മാജിക്കിന്റെ അടുത്ത ഷൂട്ടിന് വേണ്ടി അനുവിനെ വിളിക്കുന്നു. അനു ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? സിനിമ തന്നെയാണ്. സിനിമ കഴിഞ്ഞ സ്റ്റാർ മാജിക്കോട്ട് പോവാമല്ലോ, അവരെനിക്ക് ആ വാതിൽ തുറന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടമാണ്, ഷോ ഡയറക്ടർ ആണെങ്കിലും അതിലുള്ള ക്രൂവിൽ എല്ലാവർക്കും, ഇപ്പൊ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് ഇങ്ങനൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് സിനിമയെന്ന്. അപ്പോൾ അവർ ഉറപ്പായിട്ട് എന്നെ വിടും. കാരണം അസിസിക്കൊക്കെ അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്, നോബി ചേട്ടൻ, ശ്രീവിദ്യ, അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ പോകാനേ പറയുള്ളൂ. പിന്നെ സീരിയലിനേക്കാളും ഇഷ്ടം സിനിമയാണ്. അപ്പം ഉറപ്പായിട്ട് സിനിമയിലോട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഒരു നല്ല സിനിമ അനു തേടി ഉടൻ തന്നെ വരട്ടെ. അങ്ങനെ വരുവാണെങ്കിൽ പോലും അനു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ് ഒരു ആഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകും. അങ്ങനെയല്ല, ഇപ്പം ലാലേട്ടൻ എടുക്കണമെങ്കിലും മമ്മൂക്ക് എടുക്കണമെങ്കിലും ജയറാമേട്ടനാണെങ്കിലും സുരേഷ് ഗോപി സാറാണെങ്കിലും പിന്നെ ദിലീപ് ഏട്ടനാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും പൃഥ്വിരാജ് ഏട്ടനാണെങ്കിലും ടൊവിനാണെങ്കിലും ഇപ്പം ജയസൂര്യേട്ടനാണെങ്കിലും ഇവരെല്ലാവരും കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസിഫ്ക്കയുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട്, അതുപോലെ കിട്ടി. ജയറാമിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാ നമ്മുടെ റിമി ടോമി ചേച്ചി അഭിനയിച്ച ഒരു സിനിമയിലെ തിങ്കൾ മുതൽ വെള്ളി വരെ, അതും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ കൂടെയൊക്കെ എനിക്ക് എന്താ പറയുക അഭിനയിക്കണം താല്പര്യമുണ്ട്. അങ്ങനെ ഒരാളെന്നൊന്നുമില്ല, എല്ലാവരുടെ കൂടെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ നന്നായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്, കിട്ടി അഭിനയിക്കും. ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ യൂട്യൂബ് ചാനലുകൾ അനുവിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക, അനുവിന്റെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ എന്നാൽ പോലും അവിടെയും ഒരു പക്ഷെ നെഗറ്റീവ് വരുന്ന ആളുകൾ ഉണ്ടാകും. നെഗറ്റീവ് വരുന്നത് ഞാൻ ഇടുന്ന റീലിനൊക്കെയാ. റീൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡാൻസ് ചെയ്തിടുന്നതോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന്റെ, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് നല്ല വ്യൂസും കാര്യങ്ങളും മില്യൺ പോയിട്ടുള്ള അതൊക്കെ ഞാൻ ചിലപ്പോൾ നേരെ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ റീലായിട്ടിടും. അപ്പൊ അതില് എന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ വന്നിട്ട് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ ഇവിടെ ആരും നമ്മളുടെ വിചാരം എന്നൊക്കെയുള്ള കുറെ കമന്റുകൾ, അങ്ങനെയൊക്കെ ഇതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല. അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഇരുന്ന് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചിലരൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല. എനിക്ക് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. വിഷമം തോന്നില്ല, അയ്യോ അത് പറഞ്ഞാൽ ശരിയാവില്ല, പറഞ്ഞ് അവർ വീണ്ടും വിടാൻ ശ്രമിക്കും. ഇല്ല, വിഷമം തോന്നില്ല, ഞാൻ ഇരുന്ന് ഡിലീറ്റ് ചെയ്തതൊക്കെ. എന്തിനാ വെറുതെ ഇട്ടിരിക്കുന്നത്? അപ്പൊ അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമന്റ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് വിഷമമാവത്തില്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ശരി, അനു നല്ല രീതിയിൽ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പം ഏറ്റവും അവസാനം, ഞങ്ങൾക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം ഭാഷയിൽ അനുവിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അയ്യോ പെട്ടെന്ന് എന്താ പറയാ, ന്യൂസ് 8 അല്ലേ? ഓക്കെ, അപ്പോൾ അയ്യോ, അപ്പൊ എന്തൊരു സുഖങ്ങൾ തന്നെ. അപ്പൊ എല്ലാരും ന്യൂസ് 8 കാണണം കേട്ടാ. അയ്യോ, ഇത് കണ്ട ആളുകൾ എന്നെ കൊന്നു. ഓക്കെ, അപ്പൊ എന്തായാലും അനു വളരെ സന്തോഷമുണ്ട്. അനുവിനെ പോലെ ഒരാളെ നമുക്ക് സമയം കുറവുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അനുവിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനി പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നെ അധികം ബുദ്ധിമുട്ടിക്കാത്തതിന് വളരെ നന്ദി. കാരണം അനു ഇത്രമാത്രം എനർജറ്റിക് ആയ ഒരു ഗസ്റ്റിന് തന്നെ ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മുൻപ് എത്തിക്കാൻ സാധിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പം എന്തായാലും ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. ആത്മാർത്ഥമായ ആശംസകൾ. വളരെയധികം നന്ദി. താങ്ക് യു. ലേഡീസ് ബാൻഡ് അവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.